ഹലോ ഗായ്സ്. അപ്പോൾ സ്കൂളൊക്കെ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ കയ്യിലെന്തെങ്കിലും പുതുതായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള യൂണീക്കായിട്ടുള്ള സ്നഫ്സ് വേണം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും. ക്യൂട്ടായിട്ടുള്ള ഇറേസേഴ്സോ പെൻസിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്യൂട്ട് പെൻ സ്റ്റാമ്പാണ് ഉണ്ടാക്കുന്നത്. സംഭവം വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ പേപ്പർ എടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്യുക. 3 ചാർട്ട് പേപ്പേഴ്സ് പല കളറിൽ ഇഷ്ടമുള്ള കളർ എടുക്കുക, അങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ ഒരു പെൻ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കുക. ചുട്ടാൻ വലിയ പാടൊന്നുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ചുട്ടുക, ഒരു ഗ്ലൂ യൂസ് ചെയ്യുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെന്നിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പണിയെടുത്തു. പക്ഷേ സംഭവം സെറ്റായി കുറച്ച് കഴിഞ്ഞപ്പോൾ. കുറച്ചധികം സമയം എടുത്തു. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടി കൊടുക്കുക. അതും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഗ്ലൂ ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ കറക്കി കൊടുത്ത് ഒട്ടിക്കുക. വലിയ പാടുള്ള പണിയൊന്നുമില്ല, ചുമ്മാ എളുപ്പമായിട്ട് ഇതൊക്കെ ചെയ്ത് തീർക്കാവുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 3 അതുപോലെ തന്നെ ചെയ്യും. ബാക്കിയുള്ള 3 കളേഴ്സും സെയിം തന്നെ പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കും. ഈ നന്നായിട്ട് ഗ്ലൂ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയല്ലോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കയ്യിൽ സംഭവം വിട്ടുപോയി. ഇതിപ്പോൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ തുറന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ മൊത്തം ചളവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളൂല്ലോ. പിന്നെ കുറച്ച് കട്ടിയുള്ള വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഗ്ലൂ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നന്നായിട്ട് ഒട്ടി കഴിഞ്ഞിട്ടാണ് അത് പിന്നെ തുറന്നു നോക്കാൻ പറ്റുള്ളൂ. എൻ്റെ അത് തുറന്നു പോകുന്നു. ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും സംഭവം 3 നമുക്കങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും വരച്ചിട്ട് അതിലൊട്ടിക്കാം. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ അതിങ്ങനെ തലതിരിച്ച് ഒട്ടിച്ച് വെച്ചാലും മതി. നമ്മളിങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും റാബിറ്റിൻ്റെ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് 3 ഇതായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള 3 ഷേപ്പിൽ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് എടുത്ത് ഇതിലേക്ക് ഒട്ടിക്കുക. 3 ഒരുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. ആ പിക്ചേഴ്സും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലുക്കൊക്കെ മാറിയില്ലേ, കുറച്ച് ക്യൂട്ടായില്ലേ. സംഭവം ഇത്രേ ഉള്ളൂ. പെൻ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇത് സെയിം അളവിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലിക്കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് സംഭവം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ജസ്റ്റ് പെൻ എടുക്കുക, അല്ലെങ്കിൽ സ്കെച്ച് പെൻ എന്തെങ്കിലും എടുക്കുക, അതിൻ്റെ മേളിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാം. അത്ര വലിയ പണിയുള്ള ക്രാഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായി ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ ഇതുപോലെ തന്നെ പേപ്പർ യൂസ് ചെയ്തിട്ടൊരു പെന്നിനൊരു അടപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ പെൻ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ പെൻ സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.